ഹേ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ബാംബു ലാബ് A1 മിനി കോംബോ പാക്ക് ആണ് കേട്ടോ. ഇതിനകത്ത് AMS ലൈറ്റും അതുപോലെ തന്നെ A1 മിനിയും ആണ് കേട്ടോ വരുന്നത്. അത് തന്നെ പാക്കേജ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു കവർ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് കാർഡ്ബോർഡ് തന്നെത്താനെ താഴോട്ട് ഗ്രാവിറ്റിക്ക് അനുസരിച്ച് പോകുന്നതായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു പാക്കേജിൽ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാംബു ലാബിൻ്റെ പാക്കേജിംഗ് ഒക്കെ എന്ന് പറയുന്ന അടിപൊളിയാണ് കേട്ടോ. ഞാൻ പ്രിൻ്ററുകളുടെ പാക്കേജിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും ബാംബു ലാബ് തന്നെയാണ്. അപ്പോൾ ബാംബു ലാബിൻ്റെ ആദ്യം തന്നെ നമുക്കിവിടെ ആയിട്ട് നമ്മുടെ AMS ഇരിപ്പുണ്ട്. AMS ടോപ്പിലായിട്ട് വെച്ചിട്ടുണ്ട്. AMS ലൈറ്റ് പാക്ക് ചെയ്തിരിക്കുന്ന വളരെ സെക്യൂർ ആയിട്ടാണ്. AMS ലൈറ്റ് മാത്രമല്ല, പ്രിൻ്റർ നന്നായിട്ട് തന്നെയാണ് കേട്ടോ പാക്കേജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കാർഡ്ബോർഡ്സും കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ AMS ഇവിടെ ആയിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ മാറ്റി വയ്ക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ AMSൻ്റെ സ്പൂൾ ഹോൾഡേഴ്സും ഫിക്സ്ചേഴ്സും ഒക്കെ ഇതിനകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. സൈഡ് കാർഡ്ബോർഡ്സ് നിങ്ങൾക്ക് ഇതുപോലെ ഇളക്കി മാറ്റാൻ പറ്റും. അതിൻ്റെ സ്റ്റാൻഡും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വെൽ പാക്കേജ്ഡാണ്. ലൈക്ക് ഒരു ചെറിയ തട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ബോക്സിനൊന്നും പറ്റുന്ന രീതിയിലൊന്നുമല്ല കേട്ടോ. അത്തരത്തിലാണ് കാർഡ്ബോർഡിൻ്റെ പ്ലേസ്മെൻറ്റ്സും ഫുൾ ഓവറോൾ പാക്കേജിങ് എന്ന് പറയാം. ഇനി പ്രിൻ്റർ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കാൻ നിൽക്കരുത്. ഇനി ഇവിടെ പിടിച്ച് വേണം പ്രിൻ്റർ എടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം പ്രിൻ്ററിൻ്റെ ഏറ്റവും സേഫായിട്ടുള്ള ഒരു പോയിൻറ്റ്, സ്ട്രോങ് പോയിൻറ്റും അവിടെ തന്നെയാണ്. പിന്നെ കുറച്ച് ഫിലമെൻറ്റും നമ്മുടെ കേബിൾസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ലൈക്ക് ഓവറോൾ എത്തി. ഇനി ഇതിൻ്റെ ഫോം ആദ്യമായിട്ട് മാറ്റേണ്ടത് ഇവിടുത്തെയാണ് കേട്ടോ. ബെഡിൻ്റെ ടോപ്പിലായിട്ട് കാണുന്ന ഈ ഫോമും അതിനോടൊപ്പം തന്നെ ഒരു സ്ലീവും ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ആക്സസിൽ. അപ്പോൾ അത് ഇളക്കി മാറ്റാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഹെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടാഗ് ഫിക്ചർ ഉണ്ട്. അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഈ ഒരു ഹെഡിൻ്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഫോമും കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ടാഗ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹെഡിൻ്റെ അടുത്തുള്ള ഫോമും ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ലൈക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ഹെഡിനെ സ്ലൈഡ് ചെയ്യുക, അതിനുശേഷം ആ ഒരു ഫോം ഇളക്കി മാറ്റാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ബെഡിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഫോംസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോം നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്ത് ഇളക്കി എടുക്കാവുന്നതാണ്. അത് മുൻവശത്തായിട്ടും ഒരെണ്ണം ഉണ്ട്, പിൻവശത്തും അതുപോലെ ഒരെണ്ണം ഉണ്ട്. ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. വലിയ ഫ്രിക്ഷനൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ സ്പൂളിൻ്റെ ഫിക്സ്ചേഴ്സൊക്കെ വരുന്നതിനകത്ത് തന്നെ നമുക്കൊരു ബോക്സ് ഉണ്ട്. ഈ ഒരു ബോക്സിനകത്താണ് നമ്മുടെ എക്സ്ട്രൂഡർ ക്ലീനറും സ്ക്രൂസും അലൻ കീയും അങ്ങനെയുള്ള മറ്റ് സംഭവങ്ങളും, ഗ്രീസ്, ലൂബ്രിക്കൻ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഒരു കുഞ്ഞ് പാക്കേജിനകത്ത് ഇതിനകത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനിയുള്ള ഇൻസ്റ്റാളേഷൻ ഇതിനകത്തുള്ള ഓരോ സാധനങ്ങളും വേണം കേട്ടോ. ബാക്ക് സൈഡിലായിട്ട് ഇതൊരു പ്ലാസ്റ്റിക് ഫിക്സ്ചർ കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ പ്രിൻ്ററിൻ്റെ ആണെന്നേ തോന്നുള്ളൂ. എന്നാലും നിങ്ങളതങ്ങ് ഇളക്കി മാറ്റിയേക്കണം. കാര്യം ഇത് ട്രാൻസ്പോർട്ടേഷനിലെ മൂവ്മെൻറ്റ് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. അത് അലൻ കീ ഉപയോഗിച്ചുകൊണ്ട് 4 സ്ക്രൂസ് ഉണ്ട്. 4 നിങ്ങൾക്ക് 4 സൈഡിൽ നിന്ന് ഊരി എടുത്തിട്ട് അതിനെ ഊരി മാറ്റാവുന്നതാണ്. പക്ഷേ കണ്ടാൽ പ്രിൻ്ററിൽ വരുന്നതായിട്ട് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാംബു ലാബ്സ് അങ്ങനെ ഒരു സംഭവം ഇതിന് വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ബെഡിൻ്റെ അടിയിൽ ഇതുപോലൊരു സ്ക്രൂ ഉണ്ട്. അത് 3 എണ്ണം ഉണ്ട്. 3 നിങ്ങൾ ടൈറ്റ് ചെയ്തേക്കാം. ഇനി AMS ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ടാഗ് വെച്ച് ഇത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലായിട്ടും ഉണ്ട്, താഴെയായിട്ടും 2 ടാഗ് ഉണ്ട് കേട്ടോ. ഇതും ട്രാൻസ്പോർട്ടേഷനിൽ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം AMS ലൈറ്റിനകത്തും കുറേ മൂവിങ് പാർട്സ് ഉണ്ട്, ലൈക്ക് ഗിയേഴ്സും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇളവി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഫുൾ പ്ലാസ്റ്റിക് ബോഡിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ കാണിച്ച ബോക്സിനകത്ത് ചെറിയൊരു പാക്കറ്റ് കാണും. ഇതിനകത്ത് നോർമലി ബാംബു ലാബ്സ് കൊടുക്കുന്നതിനകത്ത് ഒരു എക്സ്ട്രാ സ്ക്രൂസും കൂടെ കാണും കേട്ടോ. നമുക്ക് 4 സ്ക്രൂസ് വേണ്ടിയെടുത്ത് 5 സ്ക്രൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ ആണ്. അത് ആ പാക്കേജിൽ നിന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ 5 സ്ക്രൂ ഉണ്ടാവും. അതിൽ 4 സ്ക്രൂ എടുത്ത് നിങ്ങൾക്ക് AMS ലൈറ്റിൻ്റെ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാവുന്നതാണ്. അതും അലൻ കീ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. 4ഉം ഈസി ആയിട്ടൊരു മീഡിയം ടൈറ്റ്നെസ്സിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ ഫിക്സ്ചേഴ്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ നോക്കണം. പച്ച കളറിന് പച്ച, ഓറഞ്ച് കളറിന് ഓറഞ്ച് എന്നുള്ള രീതിയിലാണ് വയ്ക്കേണ്ടത്. അത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഹോൾഡേഴ്സ് പ്ലേസ് ആവും. ഒരു റിട്രാക്ഷൻ ഫീലും തോന്നും പിൻവശത്തേക്ക് വലിക്കുന്ന സമയത്ത്. ഉണ്ടോ, ഈസി ആയിട്ട് കണ്ടോ ഒരു റിട്രാക്ഷൻ ഫീൽ കാണും. ഇവിടെ ആയിട്ട് നമുക്ക് അടുത്ത് പർജ് വൈപ്പർ വയ്ക്കാം. ഈ ഒരു ആക്സിസിലാണ് പർജ് വൈപ്പർ വയ്ക്കേണ്ടത്. സ്ലൈഡ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അടിയിലായിട്ടൊരു സ്ക്രൂ ഉണ്ട്. അതും അലൻ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതും ഒരു മീഡിയം ടൈറ്റ്നെസ് മതി. ഇനി നമ്മൾ നേരത്തെ ഒരു പ്ലാസ്റ്റിക് പാർട്ട് ഊരിയെടുത്താണ് നമ്മളുടെ സ്പൂൾ ഹോൾഡർ വരുന്നത്. അതായത് പ്രിൻ്ററിൻ്റെ സ്പൂൾ ഹോൾഡർ വരുന്നത്. ചെറിയൊരു ഫിക്സ്ചറുണ്ട്. അതും വെച്ച് നിങ്ങൾക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും.
ഇനി ഈ സാധനം വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഷോർട്ടും ഉണ്ട് ലോങ്ങും ആയിട്ടുള്ള കേബിൾസ് ഉണ്ട്. അപ്പോൾ ഈ കേബിൾസ് നമ്മൾ വയ്ക്കുന്ന സമയത്ത് ലോങ്ങർ സൈഡിലേക്ക് വരുന്നതിനെ ലോങ്ങർ സൈഡിലേക്ക് കണക്ട് ചെയ്യുക, ഷോർട്ടർ സൈഡിലേക്ക് വരുന്നതിനെ ഷോർട്ടർ സൈഡിലേക്ക് കണക്ട് ചെയ്യുക. അതായത് നമ്മൾ AMSഉം പ്രിൻ്ററും അടുപ്പിച്ച് വയ്ക്കുന്ന സമയത്ത് ലോങ്ങർ സൈഡിലേക്ക് വേണ്ടെടുത്ത് അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ AMS ലൈറ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്യാം, നമ്മുടെ പ്രിൻ്റർ സെറ്റപ്പ് ചെയ്യാം. അങ്ങനെ കാലിബ്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈസിയാണ്. ബാംബുവിൻ്റെ ഹാൻഡി ആപ്പ് ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വിക്ക് പ്രിൻ്റൊക്കെ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഈസി സെറ്റപ്പാണ്. ആദ്യത്തെ കാലിബ്രേഷനകത്ത് നോയ്സ് കാലിബ്രേഷനൊക്കെ ഉണ്ട് കേട്ടോ. അതായത് മോട്ടർ നോയ്സ് കുറേ പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് മോട്ടർ നോയ്സിന് അനുസരിച്ചുള്ളൊരു വേറൊരു നോയ്സ് വിട്ട് ആ ഒരു മോട്ടറിൻ്റെ നോയ്സ് ക്യാൻസൽ ചെയ്യും കേട്ടോ. പിന്നെ ഓട്ടോ ബെഡ് ലെവലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോർമലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത P1S കിട്ടാത്ത ഫീച്ചേഴ്സ് വരെ ഇതിനകത്തുണ്ട്. ഇതിനകത്തുള്ള ലൂബ്രിക്കൻ്റ് ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് Y ആക്സിസിൽ. കാര്യം ഇവർ ലൂബ്രിക്കേഷൻ ഇടാറില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കിങ്ങിലൊക്കെ ലൂബ്രിക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാലോ എന്നായിരിക്കും. നിങ്ങൾ പ്രിൻ്റർ ഓണാക്കി കാലിബ്രേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ Y ആക്സിസിൽ ആ ഒരു പച്ച ട്യൂബിൽ കാണുന്ന ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഫൈനലി ഞാനൊരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ. ഈ ഒരു പ്രിൻ്റ് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു മിനി ഹെലികോപ്റ്റർ ടോയ് ആണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂറാണ് ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ടൈം. സ്പോർട്സ് മോഡിലായിരുന്നെങ്കിൽ പോലും യാതൊരു ഇഷ്യൂസും ഇല്ലാതെ പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ് കേട്ടോ. സ്പോർട്സ് മോഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന തോന്നുന്നത് കാണുമ്പോൾ നമുക്ക് പേടി തോന്നുമെങ്കിലും സംഭവം ആക്ച്വലി വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ പ്രിന്ററിന്റെ സ്ക്രീനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു കോപ്റ്ററിന്റെ വർക്കിംഗ് രീതി എന്ന് പറയുന്നത് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു 3 പ്രിന്റ് ആയിരുന്നു. അതിൽ ഒരു 3 പ്രിന്റ് വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് പൂരപ്പറമ്പിലൊക്കെ കിട്ടുന്ന പോലെ ഒരു ടോയ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.